ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതമർപ്പിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കുവാനുള്ളത്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിശുംഭവധത്തിൻ്റെ വധം നടപ്പിലാക്കുവാനുള്ള ദേവിയുടെ ആ ഒരു മായയുടെ പ്രയാണമാണ്. അപ്പോൾ നിശുംഭൻ്റെ വാളും അതുപോലെ തന്നെ 8 ചന്ദ്രക്കലകളോട് കൂടി ശോഭിച്ചിരുന്ന പരിചയമൊക്കെ മുറിച്ച് കളഞ്ഞത് വരെയായിരുന്നു നമ്മൾ കണ്ടത്. ഇനി അടുത്ത 11ാമത്തെ ശ്ലോകം. ഛിന്നേ ചർമ്മണി ഖഡ്ഗേ ച ശക്തിം ചിക്ഷേപസോസുര താമപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. ഛിന്നേ ചർമ്മണി ഖഡ്ഗേ ച. ഛിന്ന എന്ന് പറഞ്ഞാൽ മുറിച്ചു. ചർമ്മണി ഖഡ്ഗേ ച, ഖഡ്ഗം വാള്. ചർമ്മണി എന്ന് പറഞ്ഞാൽ പരിച, വാളും പരിചയം ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ശക്തിം ചിക്ഷേപ സോസുരഹ. ശക്തിം ചിക്ഷേപ സഹ അസുരഹ. ആ ശക്തി എന്നാൽ വേല, ചിക്ഷേപ എന്നാൽ പ്രയോഗിച്ചു. ആ അസുരനാകട്ടെ സഹ അസുരഹ, ആ അസുരനാകട്ടെ നിശുംഭൻ എന്ന അസുരൻ പിന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേലെടുത്ത് ദേവിയുടെ നേരെ പ്രയോഗിച്ചു. താം അപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗ്യതാം. ആ ദേവിയാകട്ടെ താം അപ്യസ്യ ദ്വിധാ ചക്രേ, അതിനെയും, അതായത് ഇപ്പം ശക്തിയും വേലും വാളും പരിചയമൊക്കെ നഷ്ടപ്പെട്ടു. അതിനെ ദേവി തൻ്റെ വാളുകൊണ്ടാണ് മുറിച്ചു കളഞ്ഞതെങ്കിൽ ഇതും ദ്വിധ, രണ്ടാമത് ഇതിനെയും ചക്രേ, തൻ്റെ ചക്രം കൊണ്ട്, ചക്രേണ ആഭിമുഖാഗതാം, തൻ്റെ നേർക്ക് പാഞ്ഞു വന്നിരുന്ന ആ വേലെന്ന ആയുധത്തെ ദേവി ചക്രേണ, തൻ്റെ ചക്രം കൊണ്ട് രണ്ടായി, ഛിന്ന എന്ന് പറഞ്ഞാൽ മുറിച്ചു കളഞ്ഞു. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. കോപാത്മാദോ നിശുംഭോധ ശൂലശ്ചിക്ഷേപദാനവ ആയാന്തം മുഷ്ടിപാദേന ദേവി തച്ചാപ്യചൂർണയത്. കോപാത്മാദോ നിശുംഭോധ ശൂലശ്ചിക്ഷേപദാനവ. കോപാത്മാദോ, കോപം കൊണ്ട് കലുഷിതനായിത്തീർന്ന, നിശുംഭോ അഥ, നിശുംഭൻ എന്ന അസുരൻ അനന്തരം ശൂലശ്ചിക്ഷേപദാനവ, ശൂലം ആ അസുരൻ ദേവിയുടെ നേരെ അയച്ചു. ആയാന്തം മുഷ്ടിപാദേന ദേവി തച്ചാപ്യചൂർണയത്. ആയാന്തം മുഷ്ടിപാദേന, തൻ്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള ആ ശൂലത്തെ മുഷ്ടിപാദേന, ദേവി തൻ്റെ കൈ ചുരുട്ടി ഒന്ന് ഇടിച്ചപ്പോൾ തന്നെ ദേവി തതച്ച അപി അചൂർണയത്, അതപ്പോൾ തന്നെ ചൂർണം എന്നാൽ പൊടി, അചൂർണയത് പൊടിഞ്ഞു പോയി, അത്രയും അങ്ങ് നുറുങ്ങിപ്പോയി. ഒന്ന് ദേവി തൻ്റെ മുഷ്ടി ചുരുട്ടി ആ വേലിൻ്റെ നേരെ ഒന്ന് പ്രയോഗിച്ചതേ ഉള്ളൂ, ശൂലത്തിൻ്റെ നേരെ. അപ്പോഴേക്കും അത് വല്ലാതെ പൊടിഞ്ഞുപോയി. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. ആവിദ്യാഥ ഗദാം സോപി ചിക്ഷേപ ചണ്ഡികാം പ്രതി
സാപി ദേവ്യാ ത്രിശൂലേന ഭിന്ന ഭസ്മത്വമാഗത ആവിധ്യാഥ ഗദാം സോപി ആവിധ്യ അഥ ഗദാം സഹ അപി. അങ്ങനെ ആവിധ്യ ഗദാം എന്ന് പറഞ്ഞാൽ ആ തൻ്റെ ശൂലമൊക്കെ മുറിഞ്ഞു പോയെന്ന് കണ്ടപ്പോൾ ഗദാം സഹ അഭി അനന്തരം അഥ എന്ന് പറഞ്ഞാൽ അനന്തരം തൻ്റെ ശൂലം മുറിഞ്ഞു പോയെന്ന് കണ്ടുടനെ അനന്തരം നിശുംഭൻ എന്ത് ചെയ്തു? ഗദാം സഹ അഭി ആ ഗദയെടുത്തുകൊണ്ട് ചിക്ഷേപ ചണ്ഡികാം പ്രതി ആ ചണ്ഡികാദേവിയുടെ നേരെ എറിഞ്ഞു. സാപി ദേവ്യാസ്ത്രിശൂലേന ഭിന്ന ഭസ്മത്വമാഗത സാ അപി ആ ദേവി ആകട്ടെ ദേവ്യാ ത്രിശൂലേന ദേവി തൻ്റെ ത്രിശൂലം കൊണ്ട് ഭിന്ന ഭസ്മത്വം ആഗത തൻ്റെ ത്രിശൂലം കൊണ്ട് ആ ഗദയെയും മുറിച്ചു എന്ന് തന്നെയല്ല ഭസ്മത്വം ഭസ്മീകരിച്ചു, ഭസ്മമാക്കി കളഞ്ഞു. അപ്പോൾ ഓരോരോ ആയുധങ്ങൾ ഇവിടെ നിശുംഭൻ പ്രയോഗിക്കുന്ന ഓരോന്നിനെയും ദേവി തൻ്റെ ഓരോരോ ലീലകൾ കൊണ്ട് ഒന്ന് മുഷ്ടി ചുരുട്ടി ഇടിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? ആ ശൂലം അങ്ങനെ പൊടിഞ്ഞുപോയി. ഇവിടെ ഗദ പ്രയോഗിച്ചപ്പോൾ അതിനെ ഭസ്മമാക്കി ദേവി. അപ്പോൾ വെറും അമ്മയുടെ ഒരു ലീല എന്നോണമാണ് ദേവി ഓരോന്നും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് 14-ാമത്തെ ശ്ലോകമാണ്. തത പരശുഹസ്തം തമായാന്തം ദൈത്യപുംഗവം ആഹത്യ ദേവി ബാണൗഖൈരപാതയത ഭൂതലേ. തത പരശുഹസ്തം തം ആയാന്തം ദൈത്യപുംഗവം. തത അനന്തരം പരശുഹസ്തം കോപത്തോടെ പരശു എന്ന് പറയുന്ന ആയുധവും ഹസ്തം കയ്യിലേന്തിക്കൊണ്ട് തം ആയാന്തം ദൈത്യപുംഗവം. തം ആയാന്തം അതായത് ദേവിയുടെ നേരെ അങ്ങോട്ട് തിരിച്ചു ദേവിയുടെ നേരെ പ്രയോഗിക്കുവാനായിട്ട് വന്നു. ദൈത്യപുംഗവം അസുരശ്രേഷ്ഠൻ അങ്ങോട്ട് വന്നു. ആഹത്യ ദേവി ബാണൗഖൈർ അപാതയത ഭൂതലെ. ആഹത്യ ദേവി ബാണൗഖൈ ദേവി എന്ത് ചെയ്തു? തൻ്റെ ബാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപാതയത ഭൂതലെ ഈ ഒരു അവസരത്തിൽ ഇത്രയേറെ ദേവിയുടെ നേരെ ഓരോരോ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ദേവി അതിനെയൊക്കെ ആ ആയുധങ്ങളെയായിരുന്നു ഖണ്ഡിച്ചു വിട്ടിരുന്നതെങ്കിൽ, ഭസ്മമാക്കിയിരുന്നതെങ്കിൽ, പൊടിച്ചു കളഞ്ഞതെങ്കിൽ, ഇവിടെ ദേവി എന്ത് ചെയ്തു? ആഹത്യ ദേവി ബാണൗഖൈ ദേവി തൻ്റെ ബാണങ്ങൾ പ്രയോഗിച്ച് നിശുംഭനെ തന്നെ അപാതയത ഭൂതലെ ഭൂമിയിൽ വീഴ്ത്തിക്കളഞ്ഞു. ഇനി 15-ാമത്തെ ശ്ലോകമാണ്. തസ്മിൻ നിപതിതേ ഭൂമൗ നിശുംഭേ ഭീമവിക്രമേ ഭ്രാത തസ്യാതി സംക്രുദ്ധ പ്രയയൗ ഹന്തുമംബികാം. തസ്മിൻ നിപതിതേ ഭൂമൗ ആ അസുരൻ വീരപരാക്രമശാലിയായിട്ടുള്ള നിശുംഭൻ എന്ന അസുരൻ നിപതിതേ ഭൂമൗ ഭൂമിയിൽ വീണത് കണ്ടപ്പോൾ നിശുംഭേ ഭീമവിക്രമേ അതായത് ആ ഭീമപരാക്രമിയായിട്ടുള്ള നിശുംഭൻ ഭൂമിയിൽ വീണത് കണ്ടപ്പോൾ ഭ്രാത തസ്യ അതിസംക്രുദ്ധ ഭ്രാത സഹോദരനായിട്ടുള്ള ശുംഭൻ തസ്യ അതിസംക്രുദ്ധ ഏറ്റവും ക്രുദ്ധനായി തീർന്നിട്ട് പ്രയയൗ ഹന്തും അംബികാം ആ അംബികാദേവിയെ ചണ്ഡികാദേവിയെ കൊല്ലുവാനായിട്ട് ഹന്തും എന്നാൽ കൊല്ലുവാനായിട്ട് പ്രയയൗ അവിടെ തീർച്ച ചെയ്തുകൊണ്ട് അങ്ങോട്ട് പുറപ്പെട്ടു. ദേവിയുടെ നേർക്ക് പുറപ്പെടാനായിട്ട് ഇവിടെ ദേവിയുടെ നേരെ അങ്ങോട്ട് പുറപ്പെട്ടു. ഇനി അടുത്തത് 16-ാമത്തെ ശ്ലോകമാണ്. സ രഥസ്തസ്തഥാത്യുച്ചൈർഗൃഹീത പരമായുധി ഭുജൈരഷ്ടാഭിരതുലൈർവ്യാപ്യാശേഷം ബഭൗ നഭ. സ രഥസ്ഥ തഥാ അത്യുച്ചൈർ ഗൃഹീത പരമായുധേ. ഗൃഹീത തൻ്റെ കയ്യിൽ ധാരാളം പരമായുധൈ വളരെ അതിശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആയുധങ്ങളുമൊക്കെ കൈകളിൽ ഏന്തിക്കൊണ്ടാണ് ധരിച്ചുകൊണ്ടാണ് സ രഥസ്ഥ തഥ അത്യുച്ചൈർ അതായത്
ആ രഥത്തിൽ കയറിയിരിക്കുന്ന രഥസ്ഥൻ എന്ന് പറഞ്ഞാൽ രഥത്തിൽ കയറിയിരിക്കുന്നതായിട്ടുള്ള ആ ശുംഭൻ തൻ്റെ കൈകളിൽ ധാരാളം ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആയുധങ്ങളെ ധരിച്ചുകൊണ്ട് ഭുജൈരഷ്ടാഭിരതുലൈർ വ്യാപ്യാശേഷം ബഭൗ നഭഃ. അഷ്ടാഭി, ഭുജൈ എന്ന് പറഞ്ഞാൽ കൈകൾ, അഷ്ടാഭി 8 കൈകളിൽ, അതുലൈ എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്തവണ്ണം. അപ്പോൾ 8 കൈകളിൽ വളരെ വിശേഷങ്ങളായിട്ടുള്ള ആയുധങ്ങളെയൊക്കെ ധരിച്ചുകൊണ്ട് രഥത്തിൽ കയറിയിരിക്കുന്ന ആ ശുംഭൻ വ്യാപ്യ അശേഷം ബഭൗ നഭഃ. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം. നഭഃ വ്യാപ്യ നഭഃ, ആകാശം മുഴുവൻ അങ്ങനെ നിറഞ്ഞ് അശേഷം ബഭൗ ശോഭിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ വളരെ ആ ഒരു ഉഗ്രമായ ഒരു രൂപത്തെയാണ് കാണിക്കുന്നത്. കാരണം ശുംഭൻ എന്ന് പറയുന്നത് വളരെയേറെ ബലവാനായിട്ടുള്ള പരാക്രമശാലിയായിട്ടുള്ള ഒരു അസുരനാണ്. ആ അസുരൻ തൻ്റെ 8 കൈകളിൽ ആയുധങ്ങളുമൊക്കെ ധരിച്ചുകൊണ്ട് ആകാശമാർഗത്തിൽ കൂടി അവിടെ നിശുംഭൻ വധിച്ചറിഞ്ഞുകൊണ്ട് ദേവിയോട് എതിരിടാനായി പുറപ്പെട്ടു വരുമ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞു അതുലൈർ എന്നാണ്. അതുല്യമായിട്ടുള്ള, തുല്യതയില്ലാത്തവണ്ണം ശോഭിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ ഒരു ആസുരിക ഭാവത്തിൻ്റെ വലിപ്പമാണ് അവിടെ കാണിക്കുന്നത്. അതായത് അത്രമാത്രം നമുക്ക് കാണുന്നവർക്കൊരു ഭയം കാഴ്ചയിൽ തന്നെ തോന്നിക്കുന്ന വിധത്തിലാണ് വരുന്നത്. ഇനി അടുത്തത് 17ാമത്തെ ശ്ലോകമാണ്. തമായാന്തം സമാലോക്യ ദേവി ശംഖമവാദയത് ജ്യാശബ്ദം ചാപി ധനുഷശ്ചകാരാതീവ ദുസ്സഹം. തം ആയാന്തം സമാലോക്യ, തം ആയാന്തം ആ ശുംഭൻ വരുന്നത് സമാലോക്യ കണ്ടിട്ട് ദേവി ശംഖം അവാദയത്, ദേവി ശംഖ് വിളിച്ചു. അതായത് യുദ്ധത്തിന് താൻ തയ്യാറാണ് എന്ന് ആ ശുംഭനെ അറിയിക്കുകയാണ്. യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള ശംഖനാദമാണ്. ജ്യാ ശബ്ദം ചാപി ധനുഷശ്ചകാരാതീവ ദുസ്സഹം. ജ്യാ ശബ്ദം അതായത് ആ ഒരു ചെറുഞാണുലിയുടെ ശബ്ദം ച അപി ധനുഷ ചകാര അതീവ ദുസ്സഹം. അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വില്ലിൽ നിന്നും ഒരു ചെറുഞാണുലി ഇട്ടു ദേവി. പക്ഷെ ഇത് തന്നെ ചകാര അതീവ ദുസ്സഹം, ശത്രുക്കൾക്ക് സഹിക്കാൻ കഴിയാത്തത്ര ഭയാനകമായിരുന്നു ദേവിയുടെ ആ ഒരു ചെറു ഞാണുലി ശബ്ദം തന്നെ. അപ്പോൾ ശുംഭൻ ഇവിടെ തൻ്റെ ആ ഒരു ആസുരികമായ വൈഭവം മുഴുവൻ കാണിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ദേവി തൻ്റെ ആ ഒരു മായാവൈഭവത്തെ മുഴുവൻ ഇവിടെ കാണിക്കുന്നു എന്ന് പറയുക വയ്യ. ദേവിയുടെ ഒരു ചെറുഞാണുലി ശബ്ദം തന്നെ ഇതിനെയൊക്കെ മറികടക്കുന്നതായിരുന്നു, ശത്രുക്കളിൽ ഭയം ഉളവാക്കുന്നതായിരുന്നു. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. പൂരയാമാസ കകുഭോ നിജ ഖണ്ഡാസ്വനേന ച സമസ്ത ദൈത്യ സൈന്യാനാം തേജോവധവിധായിനാം. പൂരയാമാസ കകുഭോ നിജ ഖണ്ഡാസ്വനേന ച, ദേവി തൻ്റെ നിജ ഖണ്ഡാസ്വനേന തൻ്റെ ആ ഒരു മണിനാദം കൊണ്ട് ദേവി പൂരയാമാസ കകുഭോ ഈ 8 ദിക്കുകളെയും ദേവി നിറച്ചു തൻ്റെ ആ മണിനാദം കൊണ്ട് തന്നെ. സമസ്ത ദൈത്യ സൈന്യാനാം എല്ലാ അസുര സൈനികരും തേജോവധവിധായിന ഈ മണിനാദം എന്ന് പറയുന്ന എല്ലാ അസുര സൈന്യങ്ങളെയും തേജോവധത്തെ ചെയ്യുന്നതായിരുന്നു. അതായത് ആ ശബ്ദം കൊണ്ട് തന്നെ അവർ പാതി മരിച്ചവരായി തീർന്നു. ദേവിയുടെ ആ ഒരു ചെറു മണിനാദം കൊണ്ട് തന്നെ. ഇനി 19ാമത്തെ ശ്ലോകമാണ്. തതസിംഹോ മഹാനാദേ സ്ത്യാജിദേഭ മഹാമദേ പൂരയാമാസ ഗഗനം ക്ഷ്മാം തഥൈവ ദിശോ ദശ. തതസിംഹോ മഹാനാദേ സ്ത്യാജിദേഭ മഹാമദേ.
തത സിംഹോ അനന്തരം ആ സിംഹോ മഹാനാദേ, സിംഹം എന്താ ചെയ്തത്? ഭയങ്കരമായ ഒരു ഗർജനം നടത്തി. വെറുതെയല്ല, എന്ത് ചെയ്തിട്ട്? ത്യാജിതേഭ മഹാമതേ. ആ ഇഭം എന്നാൽ ആനയാണ്. അതായത് സിംഹം എന്താ ചെയ്ത്? ത്യാജിത ഇഭ മഹാമതേ, ആനയുടെ മസ്തകം തന്നെ അങ്ങോട്ട് തല്ലിപ്പിളർന്നുകൊണ്ട് തൻ്റെ ആഹാരമാക്കി മാറ്റി. നമ്മൾ ആ ഒരു യുദ്ധാന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ശത്രു സൈന്യത്തുണ്ടായിരുന്ന ആ ആനയെ ദേവിയുടെ വാഹനം ആയിട്ടുള്ള സിംഹം ഓടിച്ചെന്ന് അതിൻ്റെ മസ്തകം തല്ലിത്തകർത്തുകൊണ്ട് ആ മസ്തകത്തെ തൻ്റെ ഭക്ഷണമാക്കി മാറ്റിയിട്ട് മഹാനാദേ സിംഹം, ആ സിംഹം പുറപ്പെടുവിച്ച ആ ഒരു മഹാനാദത്തെ എന്ത് ചെയ്തു? പൂരയാമാസ ഗഗനം ക്ഷ്മാം തഥ ഏവ ദിശോദശ. പൂരയാമാസ ഗഗനം, ആകാശം മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിന്നു കഴിഞ്ഞില്ല. ക്ഷ്മാം തഥ ഏവ ദിശോദശ, ദശം എന്നാൽ 10 ദിക്കുകളിലും തഥ ഏവ ക്ഷ്മാം, ഭൂമിയിലും നിറഞ്ഞു നിന്നു. അപ്പോൾ ആ സിംഹത്തിൻ്റെ ഗർജനം തന്നെ 10 ദിക്കുകളിലും ആകാശത്തും ഭൂമിയിലും ഒരുപോലെ ആ ഗർജന ശബ്ദം വിറങ്ങലിച്ചു നിന്നു, അഥവാ മാറ്റൊലിക്കൊണ്ട് നിന്നു. അപ്പോൾ സിംഹം തന്നെ അവിടെ ആ യുദ്ധാന്തരീക്ഷത്തെ കൂടുതൽ ഭയമുഖരിതമാക്കിയിരിക്കുന്നു. ദേവിയുടെ മണിനാദമാകട്ടെ, നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, ദേവിയുടെ മണിനാദം കൊണ്ടും എല്ലായിടത്തും ആ ഒരു ചെറുഞാണൊലി ശബ്ദം തന്നെ എല്ലായിടത്തും നിറഞ്ഞു നിന്നു. അത് ശത്രുക്കൾക്ക് സഹിക്കുവാൻ പറ്റാത്തതായിരുന്നു. പിന്നെയോ തൻ്റെ ആ ദേവിയുടെ മണിനാദം ഒന്ന് തന്നെ അസുര സൈന്യങ്ങളെയൊക്കെ പകുതി ജീവനുള്ളവരാക്കി തീർത്തു, അഥവാ പകുതി മരിച്ചവരാക്കി തീർത്തിരുന്നു. തേജോവധത്തെ ചെയ്യുന്നതായിരുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഇവിടെ ദേവി തുടങ്ങി വച്ചത് തന്നെ സിംഹം അതിൻ്റെ ഭയാനകത പൂർണ്ണമാക്കുന്ന വിധത്തിലാണ് സിംഹം ശത്രു സൈന്യത്തെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. തതഃ കാളീ സമുത്പത്യ ഗഗനം ക്ഷ്മാമതാടയത് കരാഭ്യാം തന്നിനാദേന പ്രാക്സ്വനാസ്തേ തിരോഹിത. തതഃ കാളീ സമുത്പത്യ, അതിനുശേഷം ആ ഭദ്രകാളി ഗഗനം ക്ഷ്മാം അതാടയത്. ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം, ക്ഷ്മാം ഭൂമി. അപ്പോൾ പറയാണ്, തൻ്റെ കൈകൾ കൊണ്ട് ഭൂമിയിൽ, ആദ്യം പറഞ്ഞു സമുത്പത്യ, ദേവി ഒന്ന് ആകാശത്തേക്ക്, സമുത്പത്യ ഗഗനം, ദേവി ആ ആകാശത്തേക്കൊന്ന് പൊങ്ങിച്ചാടിയിട്ട് ക്ഷ്മാം അതാടയത്, താഴേക്ക് വന്നിട്ട് കൈകൾ കൊണ്ട്, ക്ഷ്മാം എന്നാൽ ഭൂമിയിൽ അതാടയത്, ശക്തിയായിട്ടൊന്ന് അടിച്ചു. ആ സമയത്ത് കരാഭ്യാം തന്നിനാദേന, കൈകൾ കൊണ്ട് അങ്ങനെ ഭൂമിയിൽ അടിച്ചപ്പോൾ തത് നിനാദേന, അപ്പോൾ ഉണ്ടായ ആ ശബ്ദം അതുവരെയും, നോക്കൂ എത്രമാത്രം ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ ദേവി ഇത് ചെയ്തപ്പോൾ ഉണ്ടായ ആ ശബ്ദം പ്രാക്സ്വനാസ്തേ തിരോഹിത, അതിഭയാനകമായി അതുവരെ തോന്നിയ എല്ലാ ശബ്ദങ്ങളെയും, പ്രാക് എന്ന് പറഞ്ഞാൽ മുൻപ്, അതായത് അതിന് തൊട്ട് മുൻപ് വരെ തോന്നിയിരുന്ന എല്ലാ ഭയാനകമായ ശബ്ദങ്ങളെയും തിരോഹിത, മായ്ച്ചു കളയുന്നതായിരുന്നു, അഥവാ അവയൊക്കെ ജയിക്കുന്നതായിരുന്നു ദേവിയുടെ കൈകൊണ്ട് ദേവി ഭൂമിയിൽ പതിപ്പിച്ച ആ 2 അടികൾ. ഇനി അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. അഥാട്ടഹാസമശിവം ശിവദൂതീ ചകാരഃ തൈ ശബ്ദൈരസുരാനേഷു ശുംഭഃ കോപം പരം യയൗ. അഥ അട്ടഹാസം അശിവം, അടുത്തതായിട്ട് ശിവദൂതി ചകാരഃ, ശിവദൂതി എന്താ ചെയ്തത്? അട്ടഹാസത്തെ ഉണ്ടാക്കി. എങ്ങനെയുള്ളത്? അശിവം, തീർത്തും അശുഭകരമായി തോന്നുന്ന വിധത്തിലുള്ള
ഒരു അട്ടഹാസത്തെ ശിവദൂതി ഉണ്ടാക്കി. ആ അട്ടഹാസ ശബ്ദം മൂലം തൈ ശബ്ദൈ അസുരാനേഷു, ആ അട്ടഹാസത്തിന്റെ ആ ഒരു ശബ്ദം മൂലം അസുരന്മാര്, നേഷു എന്ന് പറഞ്ഞാൽ ഓടി ഒളിക്കുക, അതിൽ ഭയന്നിട്ട് അങ്ങ് ഓടി ഒളിച്ചു. ആ സമയത്ത് ശുംഭ കോപം പരം യയൗ, ആ ശുംഭൻ എന്ന അസുരനാകട്ടെ അതിയായിട്ടുള്ള കോപമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അസുരന്മാര് പകുതി ജീവനുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ പോയി എന്നല്ല, അവരുടെ അപ്പോഴത്തെ ആ ഒരു മനോബലത്തിന്റെ ചോർച്ച കൊണ്ട് പകുതി ജീവൻ നഷ്ടപ്പെട്ടവരായി നിന്നിരുന്ന അവരാകട്ടെ ഇവിടെ ശിവദൂതി എന്ന ശക്തിയുടെ അട്ടഹാസ ശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്നും ഓടി ഒളിച്ചു ഭയന്നിട്ട്. ഇത് കണ്ട ശുംഭൻ എന്ന അസുരൻ, തൻ്റെ കീഴിലുള്ള ഇത്രയും പരാക്രമികളായിട്ടുള്ള ഈ അസുര സൈന്യത്തിന് എന്താണ് സംഭവിച്ചത്, ഇതെന്താ ഇവരിങ്ങനെ ഓടി ഒളിക്കുകയെ യുദ്ധത്തിൽ, ശുംഭന് വല്ലാത്ത കോപം വന്നു. ഇനി അടുത്ത 22ാമത്തെ ശ്ലോകമാണ്. ദുരാത്മം തിഷ്ഠ തിഷ്ഠേതി വ്യാജഹാരാംബികായതാ തഥാ ജയേത്യഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈ. ദുരാത്മം തിഷ്ഠ തിഷ്ഠേതി, ആ സമയത്ത് ജഗദംബികയായിട്ടുള്ള ഭഗവതി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ദുരാത്മാവേ, തിഷ്ഠ തിഷ്ഠ ഇതി, നിൽക്ക നിൽക്ക, തിഷ്ഠ എന്ന് പറഞ്ഞാൽ നിൽക്കൂ, നിൽക്കൂ നിൽക്കൂ, ഇതി എന്ന വ്യാജഹാരാംബികായത, അതായത് ഇവിടെ ജഗദംബികയായിട്ടുള്ള ഭഗവതി ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ തഥാ ജയേത്യഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈ, ഇങ്ങനെ ദേവി പറഞ്ഞപ്പോൾ ഈ ഓടുന്ന അസുരന്മാരൊക്കെ ഓടിപ്പോകുന്നു. ശുംഭൻ അതിയായ കോപത്തോടുകൂടി ദേവിയുടെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ ശുംഭനോട് പറയുകയാണ്, അല്ലയോ ദുരാത്മാവേ, നിൽക്കൂ നിൽക്കൂ എന്ന് ശുംഭനോട് പറയുകയാണ്. ആ സമയത്ത് തഥാ അപ്പോൾ ജയേത്യഭിഹിതം, ജയേതി അഭിഹിതം, ജയേതി ജയിക്കട്ടെ, ദേവി ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവൈരാകാശ സംസ്ഥിതൈ, ദേവിക്ക് അങ്ങനെ ജയശബ്ദം മുഴക്കിക്കൊണ്ട് ആകാശത്തിൽ ദേവന്മാരൊക്കെ കണ്ടു നിന്ന് ദേവിയെ കീർത്തിച്ചു. ദേവി ജയിക്കട്ടെ ജയിക്കട്ടെ എന്നിങ്ങനെ ആ ദേവന്മാരൊക്കെ ഉറക്കെ പറഞ്ഞു പോയപ്പോൾ അവർ ആകാശമാർഗത്തിൽ വന്ന് ഇന്നുകൊണ്ട് ദേവിയും ശുംഭനും നിശുംഭനും മറ്റ് അസുരന്മാരുമായിട്ടുള്ള യുദ്ധമൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇനിയും ശുംഭനെയും കൂടി നിഗ്രഹിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കി കഴിയുമെന്ന് തോന്നിയ ദേവന്മാര്, തങ്ങളെ ദേവി കാത്തുരക്ഷിച്ചു, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇനിയും ഇവിടെ ജീവിക്കാം സ്വസ്ഥമായി എന്ന് കരുതിയിരുന്ന ദേവന്മാർ ഇത് കണ്ടപ്പോൾ ഇനി ശുംഭനും കൂടിയേ ഉള്ളുവല്ലോ. ദേവി അപ്പോൾ പറയുന്നു, അല്ലയോ ദുരാത്മാവെ, നിൽക്കൂ നിൽക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഇനിയും ശുംഭൻ എളുപ്പം തീർന്നു കിട്ടുമെന്ന് തോന്നിയപ്പോൾ ദേവി ജയിക്കട്ടെ ജയിക്കട്ടെ. അപ്പോൾ അവസാനത്തെ ആ ദൗത്യം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ദേവന്മാർ ദേവിക്ക് ജയ വിളിക്കാൻ തുടങ്ങി. ഇനി അടുത്തത് 23ാമത്തെ ശ്ലോകമാണ്. ശുംഭേനാഗത്യ യാ ശക്തിർമുക്ത ജ്വാലാതിഭീഷണ ആയാന്തി വഹ്നിപുഞ്ചാഭ സാ നിരസ്താ മഹോൽക്കയാ. ശുംഭേനാഗത്യ യാ ശക്തിർ, ശുംഭൻ ഈ യുദ്ധഭൂമിയിൽ ആഗത്യ എത്തിയ ഉടനെ തന്നെ യാ ശക്തിർ മുക്ത ജ്വാല അതിഭീഷണ, ശക്തി എന്ന ആയുധം ദേവിയുടെ നേരെ പ്രയോഗിക്കുന്നു. അതാകട്ടെ ജ്വാല അതിഭീഷണ, ആ ശക്തിയാകട്ടെ ജ്വാലകൾ കൊണ്ട് അതിഭീഷണമായിട്ടുള്ളതായിരുന്നു. കഴിഞ്ഞില്ല. ആയാന്തി വഹ്നിപുഞ്ചാഭ സ നിരസ്ത മഹോൽക്കയ. ആയാന്തി വഹ്നിപുഞ്ചാഭ, ആ ദേവിയുടെ നേർക്ക് ആ പാഞ്ഞു വന്ന ശക്തി എന്ന് പറയുന്ന ആ ആയുധം ജ്വാലകൾ കൊണ്ട് അതിഭീഷണമായിരുന്നു എന്ന് തന്നെയല്ല, വഹ്നി എന്ന് പറഞ്ഞാൽ തീയ, വഹ്നിപുഞ്ചാഭ തീക്കനൽ പോലെ ശോഭയുള്ളതുമായി തോന്നി. സാ നിരസ്ത, സാ എന്ന് പറഞ്ഞാൽ ദേവി
നിരസ്ത മഹോൽക്കയ, അതിനെ തൻ്റെ മഹോൽക്ക എന്ന് പറയുന്ന ആയുധത്താൽ അതിനെ തടഞ്ഞു, നിരസിച്ചു. ഇനി അടുത്തത് 24-ാമത്തെ ശ്ലോകമാണ്. സിംഹനാദേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഘാത നിസ്വനോ ഘോരോ ജിതസ്തേനാവനീപതേ. സിംഹനാദേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം. സിംഹനാദേന, സിംഹത്തിൻ്റെ നാദം പോലെയുള്ള ശുംഭസ്യ, ശുംഭൻ്റെ വ്യാപ്തം ലോകത്രയാന്തരം, ആ ശുംഭൻ്റെ ഒരു അട്ടഹാസ ശബ്ദം അതാകട്ടെ സിംഹനാദം പോലെയുള്ളതായിരുന്നു. അത് ലോകത്രയാന്തരം, ഈ 3 ലോകവും വ്യാപ്തം നിറഞ്ഞു നിന്നു. നിർഘാത നിസ്വനോ ഘോരോ ജിതസ്തേന അവനീപതേ. നിർഘാത നിസ്വനോ ഘോരോ, അതിൻ്റെ മാറ്റൊലിയാകട്ടെ നിർഘാത എന്ന് പറഞ്ഞാൽ അതിനെ മറികടന്ന് അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കി, അതായത് അതുവരെയുള്ളതിനെയൊക്കെ ഇല്ലാതെയാക്കി, അല്ലെങ്കിൽ മറ്റുള്ള ഈ മേഘഗർജനത്തെയൊക്കെയും ജയിച്ചത് ഉച്ചത്തിൽ. നിസ്വനോ ഘോരോ, ഘോരമായിട്ടുള്ള ആ ശബ്ദം അങ്ങനെ ഉച്ചത്തിൽ കേട്ടുകൊണ്ടിരുന്നു. ജിത എന്ന് പറഞ്ഞാൽ ജയിക്കുക. അപ്പോൾ മറ്റുള്ള എല്ലാ മേഘഗർജനങ്ങളെയും ജയിച്ച് ആ ശുംഭൻ്റെ സിംഹനാദം പോലെയുള്ള അട്ടഹാസം 3 ലോകവും നിറഞ്ഞു എന്ന് തന്നെയല്ല, അതങ്ങനെ എല്ലായിടവും പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അവനീപതേ, അല്ലയോ രാജാവേ. നമുക്കറിയാം ഇവിടെ ആ മഹർഷി സുരഥൻ എന്ന് പറയുന്ന മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് ദേവിയുടെ മഹാത്മ്യത്തിൻ്റെ കഥ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അവനീപതേ, അല്ലയോ ഭൂമിപതിയായിട്ടുള്ള രാജാവേ. അങ്ങനെ ആ ശുംഭൻ്റെ സിംഹനാദം എല്ലായിടവും അങ്ങനെ ഉച്ചത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്നു. ഇനി അടുത്തത് 25-ാമത്തെ ശ്ലോകമാണ്. ശുംഭ മുക്താഞ്ചരാൻ ദേവി ശുംഭസ്തദ്പ്രഹിതാക്ഷരാൻ ചിച്ഛേദ സ്വശരൈരുഗ്രൈ ശതശോധ സഹസ്രശഃ. ശുംഭമുക്താൻ ശരാൻ ദേവി, ശുംഭനാൽ അയക്കുന്ന ശരാൻ, ശരങ്ങളെ ദേവി. ദേവിയും എന്ത് ചെയ്തു? ശുംഭസ്ത പ്രഹിതാൻ ശരാൻ, ശുംഭൻ അയക്കുന്ന ശരങ്ങളെ ദേവിയും, ശുംഭനാകട്ടെ ദേവി അയക്കുന്ന ശരങ്ങളെ ശുംഭനും. ചിച്ഛേദ സ്വശരൈരുഗ്രൈ, തങ്ങളുടെ കയ്യിലുള്ള ഉഗ്രങ്ങളായിട്ടുള്ള ശരങ്ങളെ കൊണ്ട് ചിച്ഛേദ മുറിച്ചു കളഞ്ഞു. ശതശോ അധ സഹസ്രശ, 100 കണക്കിന് 1000 ശരങ്ങളെ ശുംഭൻ ദേവിയുടെ നേരെ എറിയുമ്പോൾ, പ്രയോഗിക്കുമ്പോൾ ദേവി തൻ്റെ കയ്യിലുള്ള ശരങ്ങൾ കൊണ്ട് അവയൊക്കെ തിരിച്ചു മുറിച്ചു. അതേപോലെ ദേവി ശുംഭന് നേരെ പ്രയോഗിക്കുന്ന ശരങ്ങളെ ശുംഭൻ തൻ്റെ കയ്യിലുള്ള ഉഗ്രങ്ങളായിട്ടുള്ള ശരങ്ങളെ കൊണ്ട് മുറിച്ചു കളഞ്ഞു. അപ്പോൾ രണ്ടുപേരും ബലത്തിൽ കഴിവിൽ തുല്യരായി ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ട് ഘോരമായ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ഓം ശ്രീ ചണ്ഡികായൈ നമഃ.